പറയാൻ ഉദ്ദേശിക്കുന്നതും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി സ്റ്റേ വന്നിരുന്നു. ഡിസംബർ മാസം 18-ാം തീയതി ആയിരുന്നു. നമുക്ക് ഈ മാസം എല്ലാ റവന്യൂ അവകാശങ്ങളും ലഭിച്ചു. അതോടൊപ്പം എല്ലാവരും സന്തോഷമായിട്ട് കരമടയ്ക്കുകയും പോക്കുവരവിന് അപേക്ഷ നടത്തുകയും റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നമുക്കെതിരായിട്ട് വഖഫ് സംരക്ഷണ വേദി ഡിസംബർ 17-ാം തീയതി കോടതിയിൽ അപ്പീൽ നൽകുകയും കളക്ടറിൻ്റെ ഓർഡർ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ് നമുക്കെതിരെയല്ല, വഖഫ് സംരക്ഷണ വേദിയാണ് നമുക്കെതിരായിട്ട് സുപ്രീം കോടതിയിലും ഇപ്പോൾ ഹൈക്കോടതിയിലും അപ്പീൽ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ജനുവരി മാസം വരെ കാത്തിരിക്കേണ്ടി വരും. ഇനി വാദമുണ്ട്. ഏതായാലും അതിൻ്റെ ഉള്ളിൽ വഖഫ് ട്രൈബ്യൂണൽ നമുക്കൊരു വിധി ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ നമ്മുടെ കൂടെയാണ്. കഴിഞ്ഞ ദിവസവും മന്ത്രിമാർ നമ്മളെ വിളിച്ച് അറിയിച്ചിരുന്നു. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ റവന്യൂ അവകാശങ്ങളും നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുകയും അത് ചെയ്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സമരം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെതിരെ നടത്താൻ സാധിക്കുകയില്ല. ഗവൺമെൻറ് നമ്മുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കോടതിക്കെതിരായിട്ട് നമുക്ക് സമരം ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം എന്ന് പറയുന്നത് നമുക്ക് ക്ഷമയോടുകൂടി കോടതിയിൽ നിന്നൊരു വിധി വരാനായിട്ട് കാത്തിരിക്കണം. അത് വഖഫ് ട്രൈബ്യൂണലിൽ നിന്നും അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നൊക്കെ നമുക്കിനി വിധി വരാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. അതുവരെ നമുക്ക് പ്രാർത്ഥനാരൂപയോടുകൂടി നല്ലൊരു വിധി ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.